ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ, മത്ത ഇലക്കറി. ഓക്കെ, ഞങ്ങളുടെ പറമ്പിലും തൊടിയിലും സമൃദ്ധമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല കർക്കിടകത്തിൽ കഴിക്കാവുന്ന നല്ലൊരു കറി കൂടിയാണ്. അപ്പൊ അതിലെ ഏറ്റവും എന്താ പറയാ കിളുന്തായിട്ടുള്ള അധികം മൂക്കാത്ത ഇല നോക്കി എടുക്കുക. അതിനെ നല്ല റണ്ണിങ് വാട്ടറിൽ നല്ല രീതിയിൽ തന്നെ കഴുകി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ കഴുകി അതിനെ വെള്ളം വാർന്ന് എടുക്കുക ഇലകളൊക്കെ. ഈ ഇലകൾ നമുക്ക് നന്നാക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതും ഒരു മുള്ളു പോലത്തെ ഒരു ഫീൽ ഉണ്ട്, നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തിരുമ്പിക്കൂട്ടാം. നല്ല നമ്മൾ കൈവച്ചാൽ ചുമ്മാ അങ്ങനെ തിരുമ്പിയാൽ മതി. 2-3 വട്ടം തിരുമ്പി കഴിഞ്ഞാൽ അതിലൊക്കെ മുള്ളൊക്കെ പോയി കിട്ടും. ഇനി നന്നാക്കി എടുക്കുന്നതിലും ഇതങ്ങനെ തന്നെ നുറുക്കല്ല, ഇതുപോലെ പിച്ചി പിച്ചി വേണം എടുക്കാനായിട്ട്. കണ്ടോ, അതിന്റെ ഞരമ്പ് അതാണ് ആ വെയിൻ നമുക്ക് വേണ്ട. അപ്പൊ അത് മുഴുവൻ ഇതുപോലെ പിച്ചി എടുക്കണം. കണ്ടോ, ഇതൊക്കെ വേസ്റ്റ് ആണ്, ഇതൊക്കെ കളയാം. ഇനി നമുക്ക് ആ ഇല മാത്രം പിച്ചി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാൻ വേണ്ടത് പരിപ്പ്. നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ചേർത്ത് അതൊന്ന് കുതിർത്തി വെക്കുക. നല്ല രീതിയിൽ കുതിർന്ന് കഴിയുമ്പോൾ അരിയണമെങ്കിൽ അരിയാം, ഇല്ല ഞാനിപ്പോ എന്തായാലും ഇവിടെ കൈകൊണ്ട് ചുമ്മാ പിച്ചി ഇടുന്നുള്ളൂ. അത്ര മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു സവാള. ഞാൻ ചെറിയൊരു സവാള ചേർത്തിരിക്കുന്നുള്ളൂ കേട്ടോ. ഒരു സവാള ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഇത് നികയ്ക്ക് മാത്രം വെള്ളം. അതായത് ഈ ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കണം. ആ രീതിയിൽ ഉള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ കൊടുക്കാം കുക്കറിൽ, ആവറേജ് ഫ്ലെയിമിൽ വെച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ പരിപ്പ് വെന്ത് കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് വേണം. അരപ്പിന് നാളികേരം, ജീരകം, ചുവന്നുള്ളി ഇത്രയും കൂട്ടി അരച്ചിരിക്കുന്ന ഒരു അരപ്പ് ഇത് മതി. ഇനി നമുക്ക് ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4 വറ്റൽമുളക്, വേണമെങ്കിൽ അല്പം വേപ്പില കൂടി വേണമെങ്കിൽ ചേർക്കാം. അതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്, മറ്റൊന്നുമല്ല കറിയുടെ ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മുളക് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെ, അതല്ല പച്ചമുളക് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. നമ്മളുടെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ഇലയും കൂടി ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പും കൂടി ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി റെഡി. ചോറിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കറിക്ക് നല്ല സ്വാദിഷ്ടമാണ്, നല്ല രസമാണ്. വയറിനൊക്കെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് കർക്കിടകത്തിൽ കഴിക്കേണ്ട ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.